എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന സുസുക്കിയുടെ ബർഗ്മാൻ 125 EX എന്ന മോഡലിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയുള്ള സുസുക്കിയുടെ ഷോറൂമിലാണ്. നമ്മുടെ ഒപ്പം ചേരുന്നത് അമലാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഒപ്പം ചേരുന്നത്. അമലിനെ നമുക്ക് ചാനലിലേക്ക് വെക്കാൻ ചെയ്യാൻ ബർഗ്മാൻ 125 എന്ന് പറഞ്ഞ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ആ വാഹനം ഇതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാലോ. നമ്മുടെ സുസുക്കിയുടെ കമ്പനി തന്നെ ഫസ്റ്റ് സൈലന്റ് സ്റ്റാർട്ട് വണ്ടി എന്ന് പറയുന്നത് അവർ ഇറക്കിയിരിക്കുന്നത് ബർഗ്മാനിലാണ്. നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഫസ്റ്റ് സൈലന്റ് സ്റ്റാർട്ട് വണ്ടി. ബാക്കി എല്ലാ വണ്ടികളും നോർമൽ ഒരു ചെറിയ ശബ്ദത്തോട് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് കമ്പനി സുസുക്കിയുടെ കമ്പനി ഇറക്കിയിരിക്കുന്നത് സൈലന്റ് സ്റ്റാർട്ട് വണ്ടി ബർഗ്മാനാണ്. ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാമോ? അതായത് നമ്മൾ മറ്റേ പഴയ മോഡൽ ഉണ്ടായിരുന്നതൊന്നും ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്യുന്നത് സൈലന്റ് സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടയറിന്റെ സൈസാണ്, ബാക്ക് ടയറിന്റെ സൈസാണ്. ബാക്ക് ടയറിന്റെ സൈസ് ഇപ്പോൾ വരുന്നത് 12 വരുന്നത്, ഫ്രണ്ടും 12 വരുന്നത്. ഈ ടയർ സെറ്റ് തന്നെ ഒരുപാട് പരാതികൾ വന്ന ഒരു എല്ലാവർക്കും പരാതികൾ. ബാക്ക് 10 ഫ്രണ്ട് 12 എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യങ്ങൾ പല കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നോട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു പോവാം അല്ലെ. ബർഗ്മാന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മൗണ്ട് വിൻഡ് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പഴയ മോഡലിലും ഇങ്ങനെ ഒരു വരുന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് വണ്ടികളിൽ വരുന്നത് വെച്ചാൽ അതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് ലക്ഷറി LED ഹെഡ്ലൈറ്റ്സ് ആണ് ബർഗ്മാന്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെ പൊസിഷൻ ലൈറ്റും LED ലൈറ്റ് ആണ് വരുന്നത്. നമ്മൾ ആദ്യത്തെ മോഡൽ വരുന്ന ഹാലജൻ തന്നെയായിരുന്നു അല്ലേ. ഇൻഡിക്കേറ്റർ വന്നിരുന്നത് നോർമൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്, ഹാലജൻ ആണ് വരുന്നത് അല്ലേ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതിന്റെ വീൽസ് ആണ്, അലോ വീൽസ്. പഴയന്ന് കഴിഞ്ഞാൽ അലോ വീൽസിന്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ ആയിരുന്നു. ഇപ്പൊ വരുന്ന EXന്റെ കളർ എന്ന് വെച്ചാൽ ഒരു ബ്രോൺസ് കളറിലാണ് അലോ വീൽ എല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ മൺകാട് ഫൈബർ ആണ് വരുന്നത്. ടയർ സൈസ് വരുമ്പോൾ അതിന്റെ ഒരു സെയിം പഴയ വണ്ടിയുടെ തന്നെ 12 സൈസാണ് ടയർ സൈസ് വരുന്നത്, ഫ്രണ്ടിൽ വരുന്നത് അല്ലേ. അവനപ്പോ ആദ്യം നമ്മൾ ചോദിക്കാൻ വിട്ട ഒരു കാര്യമാണ്, നമുക്ക് എത്ര കളേഴ്സിലാണ് ഈ വാഹനം വരുന്നത്? 3 കളേഴ്സിലാണ് അവൈലബിൾ. ബ്ലാക്ക്, സിൽവർ, പിന്നെ ബ്രോൺസ്. ഈ വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് വേരിയന്റ് ഡിസ്കുള്ള ടൈപ്പും ഡിസ്കില്ല അങ്ങനെ ഏതെങ്കിലും വ്യത്യാസം വരുന്നില്ല? ഈ വണ്ടികളുടെ എല്ലാം ഫ്രണ്ട് എപ്പോഴും ഡിസ്ക് ആണ് വരുന്നത് അല്ലേ. ഇതിൽ നമുക്ക് സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ ഒരു റിഫ്ലക്ടർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ വാഹനത്തിന് സെയിം തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിനെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ വെയിറ്റ് വരുന്നത് 111 കിലോയാണ് വരുന്നത്. മറ്റേ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മറ്റേ 108 അങ്ങനെയാണ്. 108ആണ്, അതായത് 3 കിലോ കൂടുതലാണ് ഇപ്പോൾ വരുന്നത് വണ്ടികളുടെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റിന് ലെങ്ത്തും കൂടിയിട്ടുണ്ട്. മൾട്ടി കളറാണ് സീറ്റ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അത് ബ്ലാക്കില് ബ്രോൺസ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇവിടെ നല്ലൊരു സ്പേസും വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവാണെങ്കിൽ നമ്മുടെ കാലിനും മുട്ടിനൊക്കെ ഒരു വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡ് റെസ്റ്റ് നീട്ടി വെച്ചിരുന്ന് പോകാനാണെങ്കിലും ഇതിന് കംഫർട്ടബിൾ ആണ് ഈ ബർഗ്മാന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് സീറ്റ് ഇരിക്കാനുള്ളതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വീതി വരുന്നുണ്ട്, നല്ല സ്പേസ് വരുന്നുണ്ട്, ഡ്രൈവർക്ക് ഇരിക്കാനായിട്ട് നല്ല സ്പേസ് വരുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെ ഡിഫറെന്റ് കളറുകളിലാണ് ഹാൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ തന്നെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുസുക്കിയുടെ എംബ്ലം വ്യക്തമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചുകളൊക്കെ സാധാരണ നോർമൽ നമ്മുടെ പഴയ ബർഗ്മാന്റെ പോലെ തന്നെയാണ് സ്വിച്ചും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഇത് സ്റ്റാർട്ട്, ഇത് എഞ്ചിൻ ഓഫ് വരുന്നുണ്ട്. അതായത് ഒരേ സ്വിച്ചിൽ തന്നെ സ്റ്റാർട്ടിങ്, എഞ്ചിൻ ഓഫ് കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ വണ്ടികളെ പോലെ തന്നെ ഡിജിറ്റൽ മീറ്റർ ആണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്രോളിന്റെയും ബാറ്ററി വോൾട്ടേജ്, നമുക്ക് രണ്ട് ട്രിപ്പ് നമുക്ക് മുകളിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി. ട്രിപ്പ് B എന്നും പറഞ്ഞിട്ട്. മീറ്റർ കൺസോളിലേക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, പഴയ രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. നാവിഗേഷൻ ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആണല്ലേ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിലെ സ്പേസ്, നമുക്ക് 2 പോക്കറ്റുകളുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും 2 പോക്കറ്റുകൾ വന്നിട്ടുണ്ട്. രണ്ടിനെന്ന് വെച്ചാൽ 2 ലിറ്റർ കപ്പാസിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇത് 2 ലിറ്റർ ആണ് വരുന്നത്. കൂടുതൽ സ്പേസ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചാർജിംഗ് പോർട്ടും വന്നിരിക്കുന്നത് ഈ പോക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ്. 12 വോൾട്ടിന് വന്നിട്ടുണ്ട്. സേഫ്റ്റി ആണ്. നമുക്കൊരു
ഫോൺ ഇപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ തന്നെ ഫോണൊന്ന് ചാർജ് ചെയ്യണോ അല്ലെങ്കിൽ ഫോൺ എടുത്ത് വെക്കണമെങ്കിൽ തന്നെ ഇത് തുറന്നിട്ട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫോൺ നനയത്തില്ല, എന്തായാലും വെള്ളം കയറത്തില്ല. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന കഴിഞ്ഞാൽ ഹുക്കാണ്. സാധാരണ വണ്ടികളൊക്കെ ഒരു സൈഡിൽ മാത്രമേ ഹുക്ക് ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ വണ്ടികൾക്കാണെങ്കിൽ 2 സൈഡിലും ഉണ്ട്. ഫ്രണ്ടിലുണ്ട്, ആ സീറ്റിന്റെ സൈഡിലോ ഒരെണ്ണമുണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ മടക്കി വെക്കാം. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഗ്യാസ് കുറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഹൈറ്റ് ഉള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു തടസ്സമായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് അതാണ് പറഞ്ഞത്, നമുക്കിപ്പോ ഇത് ഹുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് മടക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. അത്രയും ലഗേജ് ബാഗ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 2 സൈഡിലും വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബർഗമാൻ സ്ട്രീറ്റ് EX എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇത് ഈ ബർഗമാന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് പഴയ മോഡൽ തന്നെ വരുന്നതാണ് അല്ലേ? ബാഡ്ജ് ബർഗമാന്റെ പഴയ മോഡലാണ്. എനിക്ക് എക്സ്ട്രാ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ EX എന്നുള്ളൊരു മാറ്റം മാത്രമാണ് വന്നിട്ടുള്ളത്. ഫുഡ് ഡ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ മെറ്റലാണ് വരുന്നത് അല്ലേ? ഫുൾ മെറ്റലുള്ള 2 സൈഡും മെറ്റലാണ്. അതുപോലെ ഇതിന് കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആണ് അല്ലേ? ഇതിന് 2 ഇലക്ട്രിക് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് ടയർ സൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 12 ഇഞ്ചാണ് ടയർ വരുന്നത്, ബാക്കിലത്തെ ടയർ. പിന്നെ അതുപോലെ നമുക്ക് ബാക്കിൽ ഷോക്ക് വരുന്നത് എങ്ങനെയാണ്? ടെലിസ്കോപ്പിക് തന്നെയാണ് വരുന്നത്? എങ്ങനെയാണ്? അല്ല, നമുക്ക് സിമ്യാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് വരുന്നത് ബാക്കിൽ വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് കൊടുക്കുന്നത് പറയാം പില്ലിയൻ ഹാൻഡിൽ ബാർ ആണ് വന്നിരിക്കുന്നത്. അതൊരു പിയാനോ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് മാത്രമല്ല ഇവിടെ കുറച്ചൊരു വീതി കൂടിയ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കിട്ടും ബാക്കിലേക്ക്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പെഷ്യലായിട്ട് ഇപ്പൊ ബാക്കിലേക്ക് വല്ല വെക്കാനാണ് സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അത്യാവശ്യം നമുക്ക് ലോങ് റൈഡ് ഒക്കെ പോകണമെങ്കിൽ ബാഗ് സാധിക്കും അല്ലേ? ഓക്കെ, അതുപോലെ നമുക്ക് ബാക്കിലെ ലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് ഒക്കെ വരുന്നത്, ഇത് ബ്രേക്ക് ലൈറ്റ് വരുന്നത് ഹാലജൻ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ തന്നെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കയറി വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് അല്ലേ? പിന്നെ നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് കൊടുക്കുമ്പോൾ നമ്പേഴ്സ് കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഈ വരുന്ന റിഫ്ലക്ടർ ആണ് വരുന്നത് അല്ലേ? റിഫ്ലക്ടർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മഫ്ലർ സ്പോർട്ടി മഫ്ലർ എന്ന് പറയും. അപ്പോ എനിക്ക് തോന്നുന്നു ബർഗമാനിലും മാത്രമായിരിക്കും സ്പോർട്ടി മഫ്ലർ ഉണ്ടാവുക വരുന്നത് അല്ലേ? ഓക്കെ, ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ നമുക്ക് ഈ ഒരു കളറോടെ വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് അല്ലേ? മൾട്ടി കളർ. അതെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫുഡ് റഷ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് റഷ് മെറ്റലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വാഹനം നല്ലൊരു കംഫോർട്ട് തരുന്ന രീതിയിലാണ്, കുറച്ച് വെയിറ്റോടെ കൂട്ടിയപ്പോൾ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് തന്നെ ഈ വാഹനം തരുന്നുണ്ടെന്നാണ് അല്ലെ അറിയാനായിട്ട് സാധിച്ചത് അല്ലെ? നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റമറെല്ലാം നല്ലൊരു ഫീഡ്ബാക്കും കാര്യങ്ങളാണ് നമുക്ക് EX-നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ലോങ് ഡ്രൈവിലും കാര്യങ്ങളിലാണെങ്കിൽ നല്ല കംഫർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടർ സീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 21 ലിറ്റർ ആണ് വരുന്നത്. 21 ലിറ്റർ. നമുക്ക് ഹെൽമെറ്റ് വെച്ചാലും അത്യാവശ്യം നല്ലൊരു സ്പേസ് ബാലൻസ്, ഒരു ബാഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാം. സൈഡ് ബാഗ് ഒക്കെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ടല്ലേ? ഇത് തന്നെ നമുക്ക് ഫ്യൂല് ടാങ്ക് വരുന്നത് അതിന്റെ ഉള്ളിൽ തന്നെയാണ്, അതിന്റെ ഓപ്പൺ എത്രയാണ് ബ്രോ അതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്? 5.6 ആണ് വരുന്നത്. 5.6 ആണ് വരുന്നത് അല്ലേ? ഇത്രയൊക്കെ വന്നെങ്കിൽ നമുക്ക് ഇനി അറിയേണ്ട ഒരു മൈലേജിന്റെ കാര്യമാണ്. നമുക്ക് അറിയാം ബർഗമാൻ അത്യാവശ്യം ഒരു മൈലേജ് ഉള്ള വാഹനം തന്നെയാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജാണ് 60 കിലോമീറ്റർ മൈലേജ്. ഓക്കെ, അപ്പൊ നമ്മൾ വാഹനത്തെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ അറിയേണ്ട ഒരു പ്രൈസിന്റെ കാര്യത്തിലേക്കാണ്. ഏകദേശം എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഇത് ഓൺ റോഡ് പ്രൈസിന് 1.49 1.49 വരുന്നത് അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മാർച്ചിന്റെ ഒരു മാസമാണ്, ഇയറിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ വാഹനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബർഗമാൻ ഒരു പുതിയ വാഹനം ആയതുകൊണ്ട്, EX വന്ന വാഹനം ആയതുകൊണ്ട് ചിലപ്പോൾ അല്ല, ഇത് 2024 മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫേഴ്സ് കുറവായിരിക്കാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഓഫർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടോ? അഡീഷണൽ ആയിട്ട് ഓഫർ ഒന്നും വരുന്നില്ല. കമ്പനി തരുന്നൊരു ട്രിപ്പ് അത് മാത്രമാണ് ഇപ്പൊ ഇതിന് ഓഫർ ഉള്ളൂ. അതെങ്ങോട്ടാണ് നമുക്ക് വരുന്നത്? മിലാൻ എന്ന് പറയും. മിലാനിലേക്കാണല്ലോ വരുന്നത്. അതെങ്ങനെയാ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണോ അതോ വാഹനം എടുക്കുന്നവർക്ക് എങ്ങനെയാണ് അതിന്റെ? അല്ല, വാഹനം എടുക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കാണ് വരുന്നത് അല്ലേ? അപ്പൊ എത്രയാണ് ബ്രോ അതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമുക്കൊരു 15 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാനായിട്ട് പറ്റും അല്ലേ? ഏകദേശം 1,49,000 റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് 15 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാം സിവിലിന്റെ അറിയാലോ, സിവിലിന്റെ ബേസിലാണ് ലോണൊക്കെ പാസ് ആവുള്ളൂ. 15 വെച്ച് നമുക്ക് സിവിലെല്ലാം ഓക്കെ ആണെങ്കിൽ ഏകദേശം ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് EMI എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? EMI ഒരു 4 രൂപ വരൂല്ലേ? എത്ര വർഷത്തേക്ക് നമുക്ക് ഫിനാൻസ് കിട്ടും? 4 വർഷം വരെ ഫിനാൻസ് കിട്ടും അല്ലേ?
ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന് ഒരു സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ 125cc ഈ വാഹനം വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു സർവീസ് കോസ്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റും? സർവീസ് കോസ്റ്റ് എല്ലാ വണ്ടികളെ പോലെ തന്നെ സെയിം സർവീസ് കോസ്റ്റ് ആണ്. ഓക്കെ. എത്ര 3 സർവീസ് ആണ് ഫ്രീ വരുന്നത് അല്ലേ? 4 സർവീസ്. 4 സർവീസ് ആണ് ഫ്രീ വരുന്നത്. ഓക്കെ. വാറന്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാറന്റി വരുന്നത് വെച്ചാൽ ഇപ്പോൾ കമ്പനി 10 വർഷം എക്സ്റ്റൻഡ് വാറന്റി കൊടുക്കുന്നുണ്ട്. അതായത് 2 വർഷം കമ്പനി വാറന്റിയും ബാക്കി 8 വർഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. വാറന്റി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ. അതിന് നമുക്ക് പൈസ അഡീഷണൽ ആയിട്ട് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്. 10 വർഷത്തേക്കാണ് കമ്പനി വാറന്റി കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ വാഹനത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞു, അതുപോലെ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന നമുക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ ബർഗമാൻ എന്നല്ല, സുസുക്കിയുടെ ഏത് ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. നമ്മുടെ ഷോറൂം വരുന്നത് ബംഗളൂർ സിഗ്നലിന്റെ അടുത്താണ്. അതായത് ബംഗളൂർ സിഗ്നലിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് സ്മിത ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ്, തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ ബ്രോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു ബ്രോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.